നമ്മൾ ഇന്ന് നോക്കുന്നത് 2025 ഒക്ടോബർ 16 സ്റ്റോർ കീപ്പർ മെയിൻ, തിയേറ്റർ അസിസ്റ്റന്റ് അഡീഷണൽ മെയിൻ എന്നീ തസ്തികകളിലേക്ക് നടന്ന പരീക്ഷയുടെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 128/2025. ആദ്യം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ദ കറക്റ്റ് വെർബ് ഫോം. 700 rupees dash too much for this saree. 700 rupees dash too much for this saree. Options: Option A is, Option B are, Option C has, Option D has been. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഈസ് ആണ്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഈസ് വന്നതെന്ന് നോക്കാം. ഇംഗ്ലീഷ് ഗ്രാമറിൽ നിയമമനുസരിച്ച് മണി, ടൈം, ഡിസ്റ്റൻസ് എന്നിവയെക്കുറിച്ച് പറയുമ്പോൾ അവ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഇവിടെ റുപ്പീസ് എന്നത് ഒരു പ്ലൂറൽ ആണെങ്കിലും 700 എന്നത് നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. 82ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ ബെസ്റ്റ് ആന്റോണിം ഓഫ് ത്രിഫ്റ്റി. ത്രിഫ്റ്റി എന്ന വേർഡിന്റെ ബെസ്റ്റ് ആന്റോണിം ഏതാണെന്നാണ്. ഓപ്ഷൻ എ ഡിസീറ്റ്, ഓപ്ഷൻ ബി എക്സ്ട്രാവേഗന്റ്, ഓപ്ഷൻ സി ടർബുലന്റ്, ഓപ്ഷൻ ഡി ബഫിൽഡ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എക്സ്ട്രാവേഗന്റ് ആണ്. ത്രിഫ്റ്റി എന്ന് പറഞ്ഞാൽ ചെലവ് ചുരുക്കി ചെയ്യുന്ന എന്നതാണ് അർത്ഥം. എക്സ്ട്രാവേഗന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെലവാക്കുന്ന, അമിതമായി ചെലവഴിക്കുന്ന, അങ്ങനെയൊക്കെയാണ് എക്സ്ട്രാവേഗന്റിന്റെ അർത്ഥം. അപ്പം ത്രിഫ്റ്റിയുടെ ആന്റോണിമാണ് എക്സ്ട്രാവേഗന്റ്. ഇനി ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ തട്ടിപ്പ് എന്നാണ് അർത്ഥം. ഡിസീറ്റ് തട്ടിപ്പ്. ടർബുലന്റ് എന്ന് പറഞ്ഞാൽ കലഹമുണ്ടാക്കുന്ന, ടർബുലന്റ് കലഹമുണ്ടാക്കുന്ന. ബഫിൽഡ് എന്ന് പറഞ്ഞാൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന, ബഫിൽഡ് ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന. ഇനി 83ാമത്തെ ക്വസ്റ്റ്യൻ, റിമെമ്പർ ടു സ്വിച്ച് ഓഫ് ദ ഫാൻ, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വോണ്ട് യു, ഓപ്ഷൻ ബി ഡിഡ് യു, ഓപ്ഷൻ സി ഡസൻറ്റ് ഹി, ഓപ്ഷൻ ഡി ഹാവൻറ്റ് യു. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ വോണ്ട് യു. റിമെമ്പർ ടു സ്വിച്ച് ഓഫ് ദ ഫാൻ, ഇതിൻ്റെ ടാഗ് വരുന്നത് ഓപ്ഷൻ എ വോണ്ട് യു. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ വോണ്ട് യു യൂസ് ചെയ്തത് നമുക്കൊന്ന് നോക്കാം. തന്നിരിക്കുന്നതൊരു ഇംപെററ്റീവ് സെന്റൻസ് ആണ്. ഇംപെററ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ആജ്ഞ, അനുവാദം, അപേക്ഷ, നിർദ്ദേശം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ് ഇംപെററ്റീവ് സെന്റൻസ്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ഏതാണ്? റിമെമ്പർ ടു സ്വിച്ച് ഓഫ് ദ ഫാൻ. ഇതൊരു ആജ്ഞ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ്. അപ്പം ഇംപെററ്റീവ് സെന്റൻസിന് ടാഗ് വരുമ്പോൾ വിൽ യു ഓർ വോണ്ട് യു വേണം ഉപയോഗിക്കാൻ. എന്താണ്? ഇംപെററ്റീവ് സെന്റൻസിന് ടാഗ് വരുമ്പം വിൽ യു ഓർ വോണ്ട് യു വേണം ഉപയോഗിക്കാൻ. ഇനി ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ഒരാളോട് ഭാവിയിൽ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വോണ്ട് യു ഉപയോഗിക്കണം. 84ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ. വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഡാഷ് 15 August. ഓപ്ഷൻ എ ഇൻ, ഓപ്ഷൻ ബി ഓൺ, ഓപ്ഷൻ സി അറ്റ്, ഓപ്ഷൻ ഡി ബൈ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഓൺ. വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഓൺ 15th August. 85ാമത്തെ ക്വസ്റ്റ്യൻ, ഷീ വാസ് മെൻഡിങ് സോക്സ്. ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം. ഓപ്ഷൻ എ സോക്സ് ആർ മെൻറ്റിംഗ് ബൈ ഹർ, ഓപ്ഷൻ ബി സോക്സ് വെയർ മെൻറ്റഡ് ബൈ ഹർ, ഓപ്ഷൻ സി സോക്സ് വെയർ ബീങ് മെൻറ്റഡ് ബൈ ഹർ, ഓപ്ഷൻ ഡി സോക്സ് ഹാവ് ബീൻ മെൻറ്റഡ് ബൈ ഹർ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സോക്സ് വെയർ ബീങ് മെൻറ്റഡ് ബൈ ഹർ. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളതാണ് അല്ലേ? തന്നിരിക്കുന്നത് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളൊരു സെന്റൻസ് ആണ്. അപ്പം അതിൻ്റെ പാസീവ് എങ്ങനെയാണ് വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീങ് പ്ലസ് V3. എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീങ് പ്ലസ് V3. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ഷീ വാസ് മെൻറ്റിംഗ് സോക്സ്. പാസീവ് വരുമ്പം ഒബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്, അതായത് സോക്സ്.
സോക്സ് ഒരു പ്ലൂറൽ ആയതുകൊണ്ട് വെയർ ചേർക്കുക. അതിനുശേഷം ബീങ് മെൻറ്റഡ്, സോക്സ് വെയർ ബീങ് മെൻറ്റഡ് ബൈ ഹർ. 86ാമത്തെ ക്വസ്റ്റ്യൻ, ദ മീനിങ് ഓഫ് ദ ഇഡിയം അറ്റ് 6s and 7s ഈസ്. ഓപ്ഷൻ എ, അച്ചീവ് 2 results with 1 effort. ഓപ്ഷൻ ബി, in a state of confusion. ഓപ്ഷൻ സി, be highly successful. ഓപ്ഷൻ ഡി, do everything one can. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, in a state of confusion. at 6s and 7s എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആണ് in a state of confusion. ഇനി achieve 2 results with 1 effort എന്ന് മീനിങ് വരുന്ന ഇഡിയം ഏതാണ്? to kill 2 birds with 1 stone. ഇനി be highly successful എന്ന മീനിങ് വരുന്ന ഇഡിയമാണ് on top of the world. അതുപോലെ തന്നെ hitting it out of the park. be highly successful എന്ന മീനിങ് വരുന്ന 2 ഇഡിയംസ് ആണ് on top of the world, hitting it out of the park. അടുത്തത് do everything one can എന്ന മീനിങ് വരുന്ന ഇഡിയമാണ് to leave no stone unturned. to leave no stone unturned. 87ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സർക്കംലൊക്കേഷൻ. അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ബി, പവിലിയൻ എന്നുള്ളതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് PAVILION. PAVILION. ഓപ്ഷൻ സി, ഡ്രൗസി. കറക്റ്റ് സ്പെല്ലിംഗ് DROWSY. DROWSY. ഇനി ഓപ്ഷൻ ഡി, പെരനിയൽ. കറക്റ്റ് സ്പെല്ലിംഗ് PERENNIAL. PERENNIAL. 88ാമത്തെ ക്വസ്റ്റ്യൻ, മിസ്സിസ് കമല സെഡ് ടു രാജു, പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മിസ്സിസ് കമല ആസ്ക്ഡ് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ എന്നതൊരു ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. ഒരു ഇമ്പരറ്റീവ് സെൻറ്റൻസിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടിംഗ് വെർബ് സെൻറ്റൻസിൻ്റെ സ്വഭാവം അനുസരിച്ച് ആസ്ക്ഡ്, ടോൾഡ്, ഓർഡേഡ്, റിക്വസ്റ്റഡ് ഇവയിലേതെങ്കിലും ആക്കി മാറ്റണം. ഇവിടെ ആസ്ക്ഡ് എന്നുള്ളത് കറക്റ്റാണ്. ഇമ്പരറ്റീവ് സെൻറ്റൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ പ്രധാന വെർബിന് മുൻപിൽ ടു ചേർക്കണം. ഇവിടെ തന്നിരിക്കുന്ന വെർബ് പ്ലേസ് ആണ്, അപ്പം അത് ടു പ്ലേസ് എന്നാക്കി മാറ്റണം. മിസ്സിസ് കമല ആസ്ക്ഡ് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ. 89ാമത്തെ ക്വസ്റ്റ്യൻ, ദ മീനിങ് ഓഫ് ദ വേർഡ് ആൽമ മാറ്റർ ഈസ്. ആൽമ മാറ്റർ എന്നതൊരു ഫോറിൻ വേർഡാണ്. അതിൻ്റെ മീനിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, മാസ്റ്റർ പീസ്. ഓപ്ഷൻ ബി, ദ യൂണിവേഴ്സിറ്റി, സ്കൂൾ ഓർ കോളേജ് that one formerly attended. ഓപ്ഷൻ സി, in the memory of. ഓപ്ഷൻ ഡി, jovial companion. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആൽമ മാറ്റർ എന്ന ഫോറിൻ വേർഡിൻ്റെ മീനിങ് ദ യൂണിവേഴ്സിറ്റി, സ്കൂൾ ഓർ കോളേജ് ദാറ്റ് വൺ ഫോർമലി അറ്റൻഡഡ്. ഇനി മാസ്റ്റർ പീസ് എന്ന മീനിങ് വരുന്ന ഫോറിൻ വേർഡാണ് മാഗ്നം ഓപ്പസ്. ഇൻ ദ മെമ്മറി ഓഫ് എന്ന മീനിങ് വരുന്ന ഫോറിൻ വേർഡാണ് മെമ്മോറിയം. ജോവിയൽ കമ്പാനിയൻ എന്ന മീനിങ് വരുന്ന ഫോറിൻ വേർഡാണ് ബോൺ വിവെന്റ്. 90ാമത്തെ ക്വസ്റ്റ്യൻ, ഐ കാൺട്ട് ഡാഷ് മൈ റൂംമേറ്റ്സ് മെസ്സിനസ്. fill in the blank using the correct phrasal verb. ഓപ്ഷൻ എ, put off. ഓപ്ഷൻ ബി, put up with. ഓപ്ഷൻ സി, put on. ഓപ്ഷൻ ഡി, put out. ഇവിടെ ആൻസർ വരുന്നത് put up with ആണ്. ഓപ്ഷൻ ബി, put up with. I can't put up with my roommate's messiness. put up with എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ടോളറേറ്റ് എന്നാണ്. അതുപോലെ put off എന്ന് പറഞ്ഞാൽ postpone, put on വിയർ, പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്വിഷ്. അപ്പം നമ്മൾ ഇംഗ്ലീഷിലെ 10 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. ഇനി മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 91ാമത്തെ ചോദ്യം, ഓശ എന്ന വാക്കിൻ്റെ സമാനാർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ എ ദോഷം, ഓപ്ഷൻ ബി ശബ്ദം, ഓപ്ഷൻ സി വാക്ക്, ഓപ്ഷൻ ഡി പരിഹാരം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ശബ്ദം. ഓശ എന്ന വാക്കിൻ്റെ
സമാനാർത്ഥം വരുന്ന പദമാണ് ഷർട്ട്. 92ാമത്തെ ചോദ്യം, പക്ഷി എന്നർത്ഥം വരാത്ത പദം. ഓപ്ഷൻ എ വിഹഗം, ഓപ്ഷൻ ബി പത്രി, ഓപ്ഷൻ സി ദിജം, ഓപ്ഷൻ ഡി ശകുന്തം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ദിജം. 93ാമത്തെ ചോദ്യം, അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ പ്രേഷകൻ. 94ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം. ഓപ്ഷൻ എ ഗുരുക്കൾ, ഓപ്ഷൻ ബി വധുക്കൾ, ഓപ്ഷൻ സി പിതാക്കൾ, ഓപ്ഷൻ ഡി കുഞ്ഞുങ്ങൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഗുരുക്കൾ ആണ്. ഗുരുക്കൾ എന്നുള്ളത് പൂജക ബഹുവചനമാണ്. 95ാമത്തെ ചോദ്യം, ശരിയായ പദമേത്? ഓപ്ഷൻ ബി മടയനാണ് ശരിയായ ഉത്തരം. 96ാമത്തെ ചോദ്യം, കാസിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമേത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ആകാശക്കോട്ട. 97ാമത്തെ ചോദ്യം, സർവജ്ഞൻ എന്ന വാക്കിന്റെ വിപരീത പദം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി കിഞ്ചിജ്ഞൻ. സർവജ്ഞൻ എന്ന വാക്കിന്റെ വിപരീത പദമാണ് കിഞ്ചിജ്ഞൻ. 98ാമത്തെ ചോദ്യം, പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പൊൽക്കുട. പൊൻ പ്ലസ് കുടം പൊൽക്കുടം. 99ാമത്തെ ചോദ്യം, പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. ഓപ്ഷൻ എ ഏട് കെട്ടുക, ഓപ്ഷൻ ബി ധനാശി പാടുക, ഓപ്ഷൻ സി ഭരതവാക്യം ചൊല്ലുക, ഓപ്ഷൻ ഡി ശിങ്കടി പാടുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഏട് കെട്ടുക. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലിയാണ് ഏട് കെട്ടുക. കഥകളി അവസാനിപ്പിക്കുന്നതിനാണ് ധനാശി പാടുക എന്ന് പറയുന്നത്. അതുപോലെ നാടകം അവസാനിപ്പിക്കുന്നതിനാണ് ഭരതവാക്യം ചൊല്ലുക എന്ന് പറയുന്നത്. ഇനി ശിങ്കടി പാടുക എന്നാൽ സഹായിയായി നിൽക്കുക എന്നാണ് അർത്ഥം. 100ാമത്തെ ചോദ്യം, ശ്വശുരൻ എന്ന പദത്തിന്റെ എതിർലിംഗം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ശ്വശ്രു. ശ്വശുരൻ എന്ന പദത്തിന്റെ എതിർലിംഗമാണ് ശ്വശ്രു. അപ്പം നമ്മൾ ഇന്ന് 128/2025 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞു. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ PYQ അനാലിസിസ്, ന്യൂ SCRT ചാപ്റ്ററുകളുടെ ക്ലാസ്സുകൾ, ഇവയുടെ ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവയുടെ റെക്കോർഡ് ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.